40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കൽ ആനുകൂല്യങ്ങളില്ലാതെ പടിയിറങ്ങുകയാണ് നീണ്ടകര ഹാർബറിലെ കളക്ഷൻ ഡ്യൂട്ടിക്കാരനായ പന്മന സ്വദേശി എസ് സോമൻ. 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജീവനക്കാരിൽ 9 പേർക്ക് മാത്രമാണ് ആനുകൂല്യത്തിന് അർഹത ലഭിച്ചത്. പുതിയ സർക്കാരിലാണ് ഇനി വിശ്വാസമെല്ലാമെന്ന് സോമൻ പറയുന്നു. പന്മന നെറ്റിയാട് മുളന്താഴത്ത് വീട്ടിൽ എസ് സോമൻ നീണ്ടകര ഹാർബറിൽ CLR ജീവനക്കാരനായി ഡ്രഡ്ജിംഗ് പമ്പിലാണ് 1986 ജോലിയിൽ പ്രവേശിച്ചത്. 1988 ഹാർബറിന്റെ പ്രവേശന കവാടത്തിൽ കളക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. 70 വയസ്സായ അദ്ദേഹം ബുധനാഴ്ച പടിയിറങ്ങി. എന്നാൽ യാതൊരുവിധ വിരമിക്കൽ ആനുകൂല്യങ്ങളും സോമന് ലഭിക്കില്ല. 2019 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയെ തുടർന്ന് ജീവനക്കാരിൽ 9 പേർ മാത്രമാണ് വിരമിക്കൽ ആനുകൂല്യത്തിന് അർഹത നേടിയത്. മെയിൻ ഗേറ്റിലെ ജോലി ലേലത്തിന് പോയപ്പോൾ ജീവനക്കാർ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. ജീവനക്കാരുടെ ജോലി സംരക്ഷിക്കാം എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും തുടർ ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു CLR ജീവനക്കാരനാണ്. ഈ 40 വർഷം ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം ഞാൻ ഡ്രഡ്ജിംഗ് പമ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 88 മാർച്ച് 27-ാം തീയതി ഇതിൻ്റെ ഇനാഗുറേഷൻ, ഫസ്റ്റ് വയനാട് മന്ത്രിസഭയുടെ ഇനാഗുറേഷൻ നടത്തിയ സമയത്ത് കളക്ഷനും മെയിൻ ഗേറ്റ് ഡ്യൂട്ടിക്കുമായിട്ട് ആളിനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കളക്ഷനിൽ ഈ ഗേറ്റ് ഡ്യൂട്ടിക്കായിട്ട് നിയമിച്ചു. അങ്ങനെ 19 വരെ കളക്ഷൻ ഡ്യൂട്ടിയും ഗേറ്റ് ഡ്യൂട്ടിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കേസ് ഞങ്ങൾ അന്ന് ഹൈക്കോടതി റെഫർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സമരം നടത്തുവാനോ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വരുവാനോ ഒന്നും ഞങ്ങൾ സാധിച്ചില്ല. കേസ് നിലവിലുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വക്കീലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നിഷ്പക്ഷത പാലിച്ചു. അങ്ങനെ 2019 ഒരു കേസിന് സുപ്രീം കോടതി ഒരു വിധിയുണ്ടായി. ആ വിധിയിൽ ഞങ്ങൾക്ക് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു വിധിയായിരുന്നു അന്ന് വന്നത്. ഈ 19 വിധി എന്ന് പറയുന്നത് അതിനകത്ത് 9 പേർക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിലായിരുന്നു വിധി. അപ്പോൾ അന്നത്തെ സർക്കാരിൻ്റെ സ്വാധീനത്തിലുള്ള ഒരു ലിസ്റ്റിൽ 9 പേര് അതിനകത്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവുകയും 6 പേര് SLR ജീവനക്കാരാകുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് യാതൊരു ആനുകൂല്യവും അവകാശമില്ലാതെ ഞങ്ങൾ തുടർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 15 രൂപ ശമ്പളത്തിലാണ് സോമൻ ജോലിയിൽ കയറിയത്. ഇപ്പോൾ 750 രൂപയാണ്. കയറിയ കാലം മുതൽ ഇന്ന് വരെ താൽക്കാലിക ജീവനക്കാരനുമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സോമന് വിരമിക്കൽ ആനുകൂല്യത്തിലായിരുന്നു എല്ലാ പ്രതീക്ഷകളും. കുറച്ചു കടമെങ്കിലും തീർക്കാൻ കഴിയുമായിരുന്നെന്ന് സോമൻ പറഞ്ഞു. പുതിയ സർക്കാരിലാണ് ഇനി വിശ്വാസമില്ല. ജോലി ചെയ്ത കാലയളവിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സർക്കാർ അടിയന്തരമായി തങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്നാണ് സോമൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ആവശ്യം. ഈ വർഷം ഇനി 2 പേരും കൂടി പോകും 2026. അത് കഴിഞ്ഞാൽ പിന്നെ 29-30 ഈ തൊഴിലാളി വിഭാഗം തീരും. എടുക്കുന്നില്ല. ഇവിടെ അങ്ങനെയുള്ള നിയമനമുള്ള ഇനി വേണ്ട. ഇവിടെ മെയിൻ ഗേറ്റ് എല്ലാം ലേലം പോയി, വാർഫേജ് ലേലം പോയി, ഐസൊലേഷൻ്റെ ലേലം പോയി, ബോട്ട് പിരിവ് ലേലം പോയി, വള്ളത്തിൻ്റെ പിരിവ് ലേലം പോയി. പക്ഷേ ഇവിടെ തൊഴിലുണ്ട്. ഇവിടെ ഇപ്പോഴും നിയമപരമായി ഇവിടെ നല്ല രീതിയിലുള്ള ക്ലീനിങ്ങുകൾ നടക്കുന്നില്ല. ഇവിടെ വന്ന മൂക്കുപത്തി തൊഴിലാളി ഇവിടുന്ന് വരുന്ന ഉപഭോക്താക്കൾ അകത്ത് കയറേണ്ടത്. കാര്യം ഈ ക്ലീനിങ്, ഓട ക്ലീനിങ്, പൂന്തോട്ടം പരിപാലനം, മറ്റു രീതിയിലോട്ട് ഇപ്പം നിൽക്കുന്ന തൊഴിലാളികളെ വിന്യസിച്ച് അവർക്ക് ഈ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് 75 വയസ്സ് വരെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെ. അതായത് താഴെക്കടയിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് പോയെങ്കിലേ അത് നമുക്ക് അനുകൂലിച്ച് കിട്ടത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചവറ.